ഡമസ്കസിലെ ഏത് കൊട്ടാരത്തിന്റെ മുറിയിലും കൊണ്ടുപോയി ഞാൻ നിന്നെ പാർപ്പിച്ചോളാം എന്ന് പറയാം. ഡമസ്കസിലെ ഏത് കൊട്ടാര മുറിയിലും കൊണ്ടുപോയിട്ട് ഞാൻ നിന്നെ പാർപ്പിക്കാം. അതാവണം നമ്മളെ ബെഡ്റൂം. ഏത് രാജാവിന്റെ കൊട്ടാര മുറിയിലും ഞാൻ നിന്നെ കൊണ്ടുപോയി പാർപ്പിക്കാം എന്നാണ് അവസാനം അവൻ അവൾക്ക് കൊടുക്കുന്ന വാഗ്ദത്തം. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചത്. എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാലോ, ഉറഫു ദിമഷ്ക മബനിയത്തും ബിസ്സഹ്റ, കല്ലുകൊണ്ട് പാറക്കല്ലുകൾ വെട്ടിയുണ്ടാക്കിയതാണ് ഡമസ്കസിലെ കൊട്ടാരങ്ങളെല്ലാം. ആ കൊട്ടാരത്തിൽ ഒരിക്കലും കിളിക്ക് താമസിക്കാൻ പറ്റൂല. ഒരു മരത്തിന്റെ വീടായിരുന്നെങ്കിൽ അതിന്റെ മച്ചിൽ കിളിക്ക് താമസിക്കാമായിരുന്നു. ഇത് ഡമസ്കസിലെ ഏത് കൊട്ടാരത്തിലും ഞാൻ നിന്നെ കൊണ്ടുപോയി പാർപ്പിക്കാന്നാ പറഞ്ഞത്. ഡമസ്കസിൽ മരം കൊണ്ടൊരു കൊട്ടാരം ഇല്ല. പിന്നുള്ളത് പാറ കൊണ്ട് വെട്ടിയുണ്ടാക്കിയ കല്ലിന്റെ കൊട്ടാരങ്ങളാണ്. അതിലാകട്ടെ കിളിക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവും ഇല്ല. പിന്നെന്താണ്? ഇന്ന കുല്ല ഹാത്തിബിൻ കദ്ദാബുൻ, പെണ്ണുങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വരുന്നവരൊക്കെ കള്ളന്മാരായിരിക്കും. നല്ല രസകരമായ സംഭവം. ഈ പെണ്ണ് ഇതിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇത് തന്നെ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാ സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാം. ഭയങ്കര വാക്കാ. ഏത് പെണ്ണിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യും. ഞാൻ അങ്ങനെ ആക്കും, ഞാൻ ഇങ്ങനെ ആക്കും, എന്തും ആനപ്പുറത്ത് കുളിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ പറയും. എല്ലാം പറയാ. എന്തിന് എങ്ങനെങ്കിലും അവളെ കിട്ടാനായിരിക്കും അവന്റെ താല്പര്യം. അതിനുവേണ്ടി അവസാനം ഇവൻ ഇതും പറഞ്ഞു, രാജാവിന്റെ രാജകൊട്ടാരങ്ങൾ വരെ നമുക്ക് മുറിയാക്കാം, താമസിക്കാന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ കിളിക്ക് താമസിക്കാവുന്ന ഒരു രാജകൊട്ടാരന്റെ മുറി ഡമസ്കസില്ല. പിന്നെന്താ കളവ് പറയടാ? കിളിയും കളവ് പറയും. എന്തിനു വേണ്ടി? എൻ്റെ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പെണ്ണ് തെരഞ്ഞു വരുന്ന ആളുകളെ മുഴുവനും കൂടി വിശ്വസിക്കേണ്ട, പരിശോധിച്ച് ഉറപ്പിച്ചിട്ട് ഭയപ്പെട്ടാൽ മതി എന്നാണ് ഇതിന്റെ പാടെന്ന് പറഞ്ഞു കൊടുത്തു സയ്യിദ്നാ സുലൈമാൻ. നല്ല രസകരമായ പക്ഷികളുടെ മന്ത്യകുത്വയിരുന്ന രണ്ട് ആശയം അവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, കിളികൾക്ക് സംസാരമുണ്ട്. രണ്ട്, അതറിയാനുള്ള കഴിവ് അല്ലാഹു സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയിരുന്നു. ഉറുമ്പിന്റെ സംസാരത്തെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ നംൽ 16. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ പറഞ്ഞില്ലേ, മൗത്തിന മിൻ കുല്ലി ഷൈഇൻ, എല്ലാം എനിക്കറിയാം, എല്ലാം എല്ലാം. വൽ ജൂശി, മൃഗങ്ങളുടെ വർത്തമാനം എനിക്കറിയാം. വൽ വഹൂശി, കാട്ടുമൃഗങ്ങളുടെ അറിയാം. പക്ഷേ ഈ പിശാചുക്കളുടെ വർത്തമാനം എനിക്കറിയാം. ഒക്കെ എനിക്കറിയാം. ചെറിയ നിസ്സാരപ്പെട്ടത് എല്ലാം മുതൽ വലിയത് വരെ എനിക്കറിയാം. എനിക്കറിയാത്തൊരു വർത്തമാനം ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതാ രാജാവ്. രാജാവിന് കമ്മീഷൻ അയച്ചിട്ട് പറയാല്ലോ, രാജാവിനൊക്കെ അറിയണം. അതാ രാജാവ്, അതാണ് രാജാവ്. ഈ കഴിവ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മരത്തെ പുണ്യ നബി വിളിച്ചു. മരം വന്നു, സലാം പറഞ്ഞു. മരത്തിനോട് അങ്ങോട്ടും സലാം പറഞ്ഞു, മരം അങ്ങോട്ടും സലാം പറഞ്ഞു. അങ്ങനെ മരത്തോട് അങ്ങോട്ട് പറഞ്ഞു. والبدور شق بأمره والشمس غربت له ردت بغير تردد والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. ഇത് വെറുതെ എഴുതിയാലല്ല, ഇത് എഴുതിയത് ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅബരിൽ അവ്വലാണ്. അതൊന്നും വെറുതെ എഴുതിയാന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ ലോകത്ത് അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുത്ത ഉദാത്തമായ കഴിവുകളാ. ആ കഴിവിന്റെ മീതയാണ് മുസ്തഫ റസൂലുള്ളാഹി. എന്റെ താഴെയുള്ള സുലൈമാൻ നബിക്ക് പോലും അള്ളാഹു കൊടുത്ത കഴിവാണ് നമ്മൾ ഈ പറയുന്നത്. ഉറുമ്പ് സംസാരിച്ചത് കേട്ടു. എന്താണ്? ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുശിറ ലിസുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്ത്വയ്രി വഹും യൂസഊൻ حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمن
يأتينكم سليمان وجنوده وهم لا يشعرون فتبسم لاحقا من قولها قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹു ആ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തട്ടെ. സൂറത്തുൻ നംൽ 19, 17, 18, 19 ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ പടക്കൂട്ടം കൊണ്ട് പോവുകയായിരുന്നു. സയ്യിദുനാ സുലൈമാൻ അങ്ങനെ സുലൈമാൻ നബി എന്ത് ചെയ്തു? ഒരു ഉറുമ്പും കൂട്ടത്തിന്റെ അരികിലൂടെ എത്തിയപ്പോൾ കാലത്തിൽ ഒരു കുഞ്ഞൻ ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൽ നംലൂൻ. ഇവിടെ വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നമ്മുടെ CN അഹമ്മദ് മൗലവി. അയാൾ പറയുന്നത് ഉറുമ്പിന് സംസാരിക്കാൻ കഴിയില്ല, നംലത്ത് എന്നത് അക്കാലത്തെ ഒരു രാജകുമാരിയുടെ പേരാണ്. ചിന്തിക്കണം. അവിടെ വലിയ ഖുർആൻ പരിഭാഷ, എല്ലാ പരിഭാഷ കൊണ്ട് വിഴുങ്ങണ്ട, വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് വിഴുങ്ങണ്ട. ഇതൊക്കെ ചില പ്രാസ്ഥാനിക താല്പര്യത്തിന് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. വളരെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും അവരവരുടെ ആശയങ്ങൾ ലോകത്തിന്റെ മുന്നിൽ CNന്റെ പരിഭാഷ കിട്ടുമല്ലോ. ഇതേ ഭാഗത്ത് CN അന്ന് എഴുതി വെച്ചിട്ടത് നംലത്ത് ഉറുമ്പ് സംസാരിക്കാൻ. അവർക്ക് മെറ്റീരിയലിസ്റ്റ് മുസ്ലിമീങ്ങളാണ്. അതായത് ഒരുതരം കണ്ണിനും കാതിനും അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമാണ് പറയുക, അല്ലാത്തത് ആ രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കുക. മെറ്റീരിയലിസ്റ്റ് മുസ്ലിമീങ്ങളാണ്. മെറ്റീരിയലിസ്റ്റ് ഇസ്ലാമിന്റെ ബേസിലാണ് ബിദ്അത്ത് കടന്നു വന്നിട്ടുള്ളത്. അതിന് ഗൈബിൽ വിജ്ഞാനം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇസ്ലാമിന്റെ ബേസ് ആകട്ടെ നിസ്കാരത്തിനേക്കാൾ പ്രധാനമാണ് എന്ത്? ഗൈബിലെ വിജ്ഞാനം. അതാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അത് കഴിഞ്ഞിട്ടാണ് വയുഖീമൂനസ് സ്വലാഹ്. CN അഹമ്മദ് മൗലവി കുറച്ച് പാണ്ഡിത്യങ്ങളുണ്ടായി. പക്ഷെ ആ പാണ്ഡിത്യം പലപ്പോഴും ദുരുപയോഗം ചെയ്തു പോയി. അത് ഒരു പറയല്ലാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, പറയല്ലാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാണ്. CN അഹമ്മദ് മൗലവി ഇവിടെ നംലത്തിന് കൊടുത്ത വ്യാഖ്യാനം ഉറുമ്പിന്റെ വർത്താനല്ല. ഉറുമ്പിന് പറയാൻ കഴിയില്ല, അത് ഉറുമ്പല്ല, നംലത്ത് എന്ന പേരിൽ അക്കാലത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരി എന്നാ പിന്നെ എന്താ പുറത്ത് പറയാ? ലാ യഹ്തിമന്നകും സുലൈമാന ജുനൂദുഹും ലാ യശഊറൂൻ. സുലൈമാൻ നിങ്ങളെ ചവിട്ടി മതിച്ച് കളയും, അറിയാതെ ചെയ്തു പോകും. ഇവിടെ എന്താ പറയാ? ഒരു ദുർവ്യാഖ്യാനം ചെയ്താൽ പിന്നെ ആകെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. ആകെ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരാൾ പറഞ്ഞു തരുമ്പോഴും അയാൾക്ക് അടിസ്ഥാനം ഉണ്ടോ എന്നും പരിശോധിക്കണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നുണ്ട്, ബിദ്അത്തുകാരന്റെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് ബിദ്അത്ത് കയറി വരികയും അവസാനം സൂഉൽ ഖാത്തിമ ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബിദ്അത്തുകാർ പറഞ്ഞത് സയ്യിദുനാ സുലൈമാൻ വലിയ രാജകൊട്ടാരത്തിലെ രാജ്ഞി മകൻ ഉപദേശിക്കുന്ന ഉപദേശമാണ്. ഇതാണ് ഉമ്മ ഇന്ന് സൗകര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ എല്ലാവിധ തമ്മാടിത്തരങ്ങൾക്കും മക്കൾക്ക് അവസരം കൊടുക്കുന്ന ഉമ്മമാരെ ഒന്ന് ചെവി തുറന്ന് കേൾക്ക്. ഉമ്മ മോൻ ഉപദേശിക്കാൻ, കൊട്ടാരത്തിൽ വസിക്കുന്ന ഉമ്മ മോൻ ഉപദേശിക്കുകയാണ്. പൊന്നുമോനെ, ഒരിക്കലും രാത്രി മുഴുവൻ ഉറങ്ങരുത്. രാത്രി മുഴുവനും ഉറങ്ങുന്നവർ യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നട്ടപ്പാതിരക്ക് എണീറ്റ് രാജ്യം നിസ്കരിക്കാത്തവർ, നട്ടപ്പാതിരത്ത് അള്ളാഹുവിന്റെ ഇൽമിനും ദിക്റിന് വേണ്ടി സമയം കാണാത്തവർ, അള്ളാഹിന്റെ ഇൽമു കൊണ്ടോ ദിക്റ് കൊണ്ടോ മറ്റു ഇബാദത്ത് കൊണ്ടോ ശുഗലാക്കാത്തവർ, ആ മനുഷ്യന്മാര് യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. അവർ അന്ത്യനാളിൽ ഫഖീറായിരിക്കുമെന്ന് പറഞ്ഞു ആര്? മഹാനായ ഉമ്മു സുലൈമാൻ. ഇതാണ് സൗകര്യത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഉമ്മ മകൻ ഉപദേശിച്ച ഉപദേശം. ശ്രദ്ധിക്കണം. ഇതാണ് സുലൈമാൻ നബി ഒരു സമകാലിക വായന എന്ന ചർച്ച അവിടെ അവതരിപ്പിക്കാൻ കാരണം. കൊട്ടാരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അധികാരത്തിന്റെയും ശക്തിയുടെയും അധികാരത്തിന്റെയും പണത്തിന്റെയും പൊലിമയുടെ മുകളിൽ ഇരുന്നിട്ട് ഉമ്മ അള്ളാനെ മറക്കുകയല്ല. രാത്രി അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾക്ക്, രാത്രി മുഴുവൻ കിടന്നിറങ്ങുന്ന ആളുകൾക്ക് യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. ഇത് മരണം വരെ മറന്നിട്ടില്ല മഹാനായ സയ്യിദുനാ സുലൈമാൻ. ആ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അനസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ